നമ്മളുടെ നൊയമ്പിന് ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നൊയമ്പ് തുറക്കുന്ന സമയം കുറേ ഐറ്റംസ് വേണം. ഇതേപോലെ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഐറ്റംസ് വേണം. അപ്പം നമുക്ക് കുറച്ച് ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആ സമയം ആവശ്യത്തിനെടുത്ത് നമുക്ക് വറുത്തെടുത്താൽ മതി. 2-3 ഐറ്റമെങ്കിലും നൊയമ്പ് തുറക്കുന്ന സമയം വേണം. ഒരു മധുരമുള്ള ഒരു പലഹാരം വേണം, ഒരു എരിയുള്ള പലഹാരം വേണം. അത് മസ്റ്റാണ്, എല്ലായിടത്തും അതേപോലെ കാണും. അപ്പോൾ നമുക്ക് ഈ കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിനെടുത്ത് വറുത്താൽ മതി. വെളുത്തുള്ളി, സവാള, ഇഞ്ചി അതെല്ലാം ചെറുതായിട്ട് വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങും നമുക്ക് വേവിച്ചിട്ട് പൊടിച്ചിടണം. അതിൻ്റെ കൂടെ തന്നെ ചിക്കണും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു കണ്ടെയ്നറിൽ, ഇതിപ്പോൾ ടപ്പർവെയറിൻ്റെ കണ്ടെയ്നറാണ്, ഏറ്റവും ബെസ്റ്റാണ്. അതിനകത്ത് ഫില്ല് ചെയ്ത് ഫ്രീസറിൽ വയ്ക്കുക. ആവശ്യത്തിനെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പം പണി തീരും. ഇതിപ്പോൾ നോക്കിയേ, ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ എടുത്ത് ഇതേപോലെ മുട്ടയുടെ എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ നൊയമ്പ് തുറക്കുന്ന സമയം ഇതേപോലുള്ള എല്ലാം വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. എന്തെണ്ണയിൽ പൊരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.